നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറൽ അനസ്തേഷ്യ സേഫ് ആണോ എന്നുള്ളത്. ഒബ്വിയസ്ലി ഫ്രീ ആയിട്ടുള്ള ചെക്കപ്സും ക്ലിനിക്കൽ ഇവാലുവേഷനും ഇൻവെസ്റ്റിഗേഷൻസും എല്ലാം കഴിഞ്ഞ് കുഞ്ഞ് അനസ്തേഷ്യയ്ക്ക് ഫിറ്റ് ആണെന്നുള്ള ഡോക്ടറുടെ ഒരു ഉറപ്പോടു കൂടെ ഒരു അനസ്തെറ്റിസ്റ്റിൻ്റെയും ഒരു ഹോസ്പിറ്റൽ ടീമിൻ്റെയും സപ്പോർട്ടുകൂടെ മാത്രമായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ ജനറൽ അനസ്തേഷ്യയിൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലും സേഫ് ആൻഡ് ഈസി മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ കംപ്ലീറ്റ് സെഡേഷൻ തന്നെയായിരിക്കും. ഇനി ഇതിന് എത്ര നാളത്തെ ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫാസ്റ്റിംഗ് പ്രോട്ടോകോൾ ഫോളോ ചെയ്തതിന് ശേഷം ദ വെരി നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള പ്രിക്കോഷൻസ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ സേഫസ്റ്റ് മെത്തേഡ് തന്നെയാണ് ജനറൽ അനസ്തേഷ്യയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും.